ചങ്ങായിമാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്രമുഖ ജേർണലിസ്റ്റും യൂട്യൂബറുമായ ശീതളിനെ കുറിച്ചാണ്. ശീതൾ എന്ന് ഞാൻ പറഞ്ഞല്ല, ശീതൾ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ചേച്ചിക്ക് കുരു പൊട്ടുമെന്നറിയില്ല, പക്ഷെ ചേച്ചിയുടെ കുരു ശരിക്ക് പൊട്ടി. കാരണം നമ്മുടെ സവർക്കറ ഷൂനക്കീന്ന് പറഞ്ഞപ്പം ചേച്ചിക്ക് എന്തെന്നില്ലാത്ത കുരുവങ്ങ് പൊട്ടി. ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിനെ ആരെന്ത് പറഞ്ഞ് വിമർശിക്കുമ്പോൾ ചേച്ചി പറയും ഞാനൊരു സംഖ്യയല്ല, ഞാൻ പക്ഷെ BJP-ക്കാർ പറഞ്ഞ നല്ല കാര്യങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ സംഖ്യയാക്കുന്നു. ഞാൻ CPM ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, കോൺഗ്രസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതൊന്നും കാണുന്നില്ല. ഞാൻ BJP നല്ലത് പറയുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ എന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ ചേച്ചി, ഞാനൊക്കെ എത്ര തപ്പിയിട്ടും ചേച്ചി BJP-നെ കുറിച്ച് നല്ലത് പറയുന്നതല്ലാണ്ട് മോശം പറയുന്ന ഒരു വീഡിയോ അതിനകത്ത് കണ്ടിട്ടില്ല. BJP എന്ത് ചെയ്താലും ചേച്ചി സംഘികളെ ഒന്ന് കുറ്റം പറയുന്ന ഒരു വീഡിയോയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചേച്ചിന്റെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടാ, ചേച്ചിനെ വിമർശിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമേ അല്ല. ചേച്ചി പറയുന്നത് യൂട്യൂബ് ചാനൽ നടത്തുന്നത് ജേർണലിസം പഠിച്ച ആൾക്കാർ മാത്രമേ പാടുള്ളൂ എന്നാണ്. അല്ലാണ്ട് ഒരാൾ യൂട്യൂബിൽ യാതൊരു വീഡിയോ ഇടാൻ പാടില്ല, എല്ലാവർക്കും ജേർണലിസം പാസ്സായ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ചേച്ചി പറയുന്നത്. പിന്നെ ചേച്ചി വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മാന്യമായി സംസാരിക്കണം. ചേച്ചിനെ കുറിച്ച് ആരോ ഒരാൾ വേണ്ടാത്തത് പറഞ്ഞതിന് ചേച്ചി അയാൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാം. ചേച്ചി പറഞ്ഞ വാക്കൊന്നും അയാൾ വരെ പറഞ്ഞിട്ടില്ല. അമ്മാറി മോശം വാക്കുകളെ ചേച്ചി പറഞ്ഞു. എന്നിട്ട് ചേച്ചി പറയും മാന്യമായി സംസാരിക്കണം. നിങ്ങൾ ചേച്ചിന്റെ എല്ലാ വീഡിയോ എടുത്തു നോക്കിയാലും ചേച്ചി ആരെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ കുറിച്ച് വളരെ വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിൽ മാത്രമേ ചേച്ചി സംസാരിക്കാറുള്ളൂ. എന്നിട്ട് ചേച്ചി മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ സംസാരിക്കണം. ചേച്ചിനെ ആരും വിമർശിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി പബ്ലിക്കിൽ നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ വിമർശിക്കപ്പെടേണ്ട ആളാണെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും. അതിന് ഇത്ര കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ചേച്ചിക്ക് ഇപ്പൊ കുരുപൊട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, സവർക്കർ പറഞ്ഞതിനാണ്. ആരാണ് സവർക്കർ പറഞ്ഞത്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ ശിവൻകുട്ടി ഒന്ന് സവർക്കർ ട്രോളി. നമ്മളെ കാലാപ്പാനിയിൽ മോഹൻലാൽ നമ്മളെ അമരേഷ്പുരിന്റെ ഷൂ നക്കുന്ന സീനില്ലേ, ആഗസ്റ്റ് 15 ആ സീൻ ഇട്ടേന് നമ്മളെ ശ്യാമള ചേച്ചിക്ക് എവിടുന്നില്ലാത്ത കുരുവങ്ങ് പൊട്ടി. നമുക്ക് എന്തായാലും ശ്യാമള ചേച്ചിയുടെ കുരുപൊട്ടൽ കണ്ടിട്ട് വരാമ്പാ. സ്വാതന്ത്ര്യ ദിനത്തിൽ കുട്ടികളോട് എന്താണ് പറയേണ്ടത്, എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയെക്കുറിച്ചുള്ള ഏത് ചിത്രമാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നതിനെ പോലും യാതൊരു നിശ്ചയവുമില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി ആ വകുപ്പ് അലങ്കരിക്കുന്ന സമയത്ത് ഇതിനെയൊന്നും നമുക്ക് വലിയ ഒരു ദുരന്തമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഞാൻ പ്രധാനമായിട്ടും അതാണ് പറയാൻ വന്നതും. സത്യം പറഞ്ഞാൽ ശിവൻകുട്ടിയുടെ കുറച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കണം. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെ കടത്തിവെട്ടി കുറച്ച് നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ സമസ്തയുടെ സ്കൂൾ ടൈമിന്റെ തീരുമാനം മുതൽ കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നത്, പിന്നെ എന്താണ് സീറോ സെഷൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളിലൊന്നും കുട്ടികളെ രണ്ടാംകിട പൗരന്മാരായിട്ട് കാണരുത്, ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നത്, ബാക്ക് ബെഞ്ചേഴ്സ് മാറ്റുന്നത്, അങ്ങനെ കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. ഇതൊന്നും നടപ്പാക്കിയില്ലെങ്കിലും നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് അമ്മയാണ് നേരെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അത് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു ഗുലുമാലും കൊണ്ട് കൊനഷ്ടം കൊണ്ട് ഒരു വിവരക്കേടും കൊണ്ട് അദ്ദേഹം കറക്റ്റ് ആയിട്ട് വരും. ചേച്ചിക്ക് ഈ പറഞ്ഞതിൽ വിദ്യാഭ്യാസ മന്ത്രി ചെയ്ത ഒരു കാര്യമേ സത്യത്തിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. അതെന്താണെന്നറിയാം, മദ്രസേന്റെ സമയം മാറ്റണം എന്നുള്ള ഒരു കോലാഹലം ഉണ്ടായിരുന്നില്ല. ആ സംഭവം സ്കൂൾ സമയം മാറ്റണം, അതിന് മദ്രസ പഠനത്തിന്റെ സമയം മാറ്റണം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അത് മാത്രമേ ചേച്ചിക്ക് പിടിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം അറിയാല, അത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ചേച്ചിക്ക് പ്രത്യേക താല്പര്യമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ചേച്ചിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ചേച്ചിക്കുള്ള നല്ല മറവിയുണ്ട്. സത്യമായിട്ട് അമ്മ സത്യം ഇടാൻ പാടില്ല കേട്ടാ. ചേച്ചി വളരെ കള്ളത്തരാ പറഞ്ഞേ. ചേച്ചിക്ക് നല്ല മറവിയാണ്. ചേച്ചി വിദ്യാഭ്യാസ മന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മദ്രസകളെ സമയം മാറ്റണം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെന്നും മറ്റേ ചേച്ചി ഒരു വീഡിയോ ചെയ്തിന്. ചേച്ചി പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിയെ നല്ലത് പറയുന്നതിനേക്കാളും കൂടുതൽ ചേച്ചി ചെയ്തത് മദ്രസകളെ കുറ്റം പറയാനും അതിനിടയിലൂടെ മുസ്ലിങ്ങളെ കുത്താനുമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ കുത്താൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ചേച്ചിക്ക് ആ വീഡിയോ അത്ര ഓർമ്മ വരാതിരുന്നത്. ചേച്ചി എന്തായാലും ആ അമ്മയാണ് സത്യം പിൻവലിക്കണം കേട്ടാ. അത് വളരെ മോശമായി പോയി. അമ്മയാണ് സത്യം ഒരിക്കലും ഇടാൻ പാടില്ലായിരുന്നു. ചേച്ചി ഒന്ന് ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി ആ വീഡിയോ കാണും കേട്ടാ. പിന്നെ നമ്മളെ ചേച്ചിക്ക് കുട്ടികളോട് പെട്ടെന്നൊരു സ്നേഹം വന്നാണ്ട. ഈ സ്നേഹം ഉണ്ടല്ല, കുറച്ചു കാലം മുന്നേ ചേച്ചി നമ്മൾ കണ്ടിട്ടില്ല. കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ട് അധ്യാപകരുടെ എന്ന് പറഞ്ഞിട്ട് BJP നേതാവിന്റെ ഒരു അഡ്വക്കറ്റിന്റെ കാല് കഴുകിച്ചപ്പോ ചേച്ചിയുടെ ഈ സങ്കടം കണ്ടിട്ടില്ല. കുട്ടികളെ കൊണ്ട് നിർബന്ധപരമായിട്ട് ഈ സംഭവം ചേച്ചിന്റെ വേദന ചേച്ചിയുടെ വീഡിയോ ആയിട്ട് ഒന്നും വന്നത് കണ്ടില്ല. പിന്നെ ആ കുട്ടികളെ ഒരിക്കലും പഠിപ്പിക്കാത്ത വിരമിച്ചു പോയ അധ്യാപകരെ കൊണ്ടുവന്നിട്ട് അവരുടെ കാല് കഴിപ്പിച്ചപ്പം ചേച്ചിക്ക് ഈ കുട്ടികളുടെ സ്നേഹം വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ ചേച്ചി? ആ കാല് കഴുകാൻ വന്നവരെ സംഘികളായിരുന്നു. ആ അഡ്വക്കേറ്റും ആ പൂർവ്വ അധ്യാപകർ എല്ലാം ഉണ്ടല്ല സംഘികളായിരുന്നു. സംഘികൾക്കെതിരെ പറയാൻ ചേച്ചിയെ കൊണ്ട് പറ്റില്ല മക്കളെ,
പറ്റില്ല. കാരണം സംഘികളാണല്ലോ നമ്മൾ ശീതള ചേച്ചിയുടെ കൺകണ്ട ദൈവങ്ങൾ. അതുകൊണ്ട് അക്കാര്യത്തിൽ സംഘികളെ വിമർശിക്കാൻ വേണ്ടി ചേച്ചിനെ കൊണ്ട് പറ്റുകയില്ല. അക്കാര്യത്തിൽ കുട്ടികളുടെ കൂടെ കൂടാനും നിർബന്ധിതമായി കാല് കഴിച്ചതിന് കുട്ടികളുടെ ഭാഗത്ത് കൂടി സംസാരിക്കാനും ചേച്ചിയെ കിട്ടിയേയില്ല. ഇനി നമുക്ക് ശീതള ചേച്ചിയുടെ അടുത്ത കുരുപൊട്ടലിലേക്ക് കടക്കാം. ഇന്നലെ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. മോഹൻലാൽ നന്നായി അഭിനയിച്ച ഈ സീനിൽ ചിലർ ഭൂതകാലത്തിൽ ജീവിക്കുകയായിരുന്നു. മോഹൻലാൽ കാലാപാനി എന്ന ചിത്രത്തിൽ സിനിമയിൽ ഒരു ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കുന്ന സീനുണ്ട്. ആ ചിത്രം മുഴുവൻ കണ്ടവർക്ക് അതിന്റെ സാഹചര്യം എന്താണ് ആ സീൻ, മോഹൻലാലിന്റെ കഥാപാത്രം എന്താണ് എന്നുള്ളതൊക്കെ അറിയാം. ആ ഒരു ചിത്രം മാത്രം എടുത്തു വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഡയലോഗ് വെച്ച് കാച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം ഇതിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും വ്യക്തമാണ്. കാലാപാനി എന്ന സിനിമയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ഗോവർദ്ധന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഷൂ നക്കുന്ന ഒരു സീനാണ്. ഈ പറയാനുള്ളത് ശിവൻകുട്ടി മന്ത്രിയൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും കൈകാര്യം ചെയ്യുന്നതെന്നറിയാം. അപ്പൊ ഈ വിവരദോഷികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ലെവലിലുള്ള സാധനം കൈകാര്യം ചെയ്യാൻ പാകത്തിന് പ്രാപ്തരായിട്ടുള്ള ആരെങ്കിലും വെച്ച് ഇത് കൈകാര്യം ചെയ്യിപ്പിക്കണം. കാരണം ഇത് നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സിലല്ലല്ലോ ഈ പേജ് കിടക്കുന്നത്. വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ഒരു അഡ്രസ്സിലാണല്ലോ ഇത് എല്ലാവരുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാണക്കേടില്ലെങ്കിലും കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് കുറച്ച് ഉളുപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, രാഷ്ട്രീയമായിട്ടുള്ള വിരോധം തീർക്കേണ്ട ദിവസമാണോ ആഗസ്റ്റ് 15? ആഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ദേശസ്നേഹത്തെ, കുട്ടികളിലുള്ള ദേശസ്നേഹത്തെ ഉണർത്തുന്ന തരത്തിൽ, ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും, ഏതൊക്കെ രീതിയിൽ നല്ല കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ പറ്റും. വല്ലാത്തൊരു അധപ്പതിച്ച ഇടപാടായി പോയി കാണിച്ചതെന്ന് പറയാതെ വയ്യ. ഞാൻ ഇക്കാര്യത്തിൽ ശീതള ചേച്ചിയോട് 100% യോജിക്കുന്നു. വളരെ അധപ്പതിച്ച പരിപാടിയായി പോയി. പക്ഷെ ആര് ചെയ്തത്? ചേച്ചിയുടെ സംഘികൾ ചെയ്തത്. സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും മുകളിൽ പ്രദർശിച്ചു. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മുകളിൽ വച്ചു. ആരെ? സവർക്കറെ. എന്തിനി? കുറെ കാലം ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയതിനോ? നാണമില്ലേ? അധപ്പതിച്ചു പോയില്ലേ ചേച്ചിയുടെ സംഘികള്? അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ അധപ്പതിച്ചു എന്ന് പറയുന്നില്ലേ? ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ലേ? അത് ആരോടാണ് ചോദിക്കേണ്ടതെന്നറിയാം. ചേച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നില്ലേ കുറെ കമന്റോളികള്? അവരോട് ചോദിക്കണം. പിന്നെ ചേച്ചിയുടെ വീഡിയോ കട്ട് ചെയ്ത് കൊണ്ടുപോയി പല സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കുറെ സംഘികളില്ലേ? അവരോട് ചോദിക്കണം. ഉളുപ്പില്ലേ നാറികളെ? ഉളുപ്പില്ലേന്ന്. ഇതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത ഷൂ നക്കി നടന്ന ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കാൻ വേണ്ടി ഉളുപ്പില്ലേ? കേരളം ഇത് കാണുന്നുണ്ട്. ഇതൊക്കെ തന്തയില്ലായ്മയല്ലേ എന്നും കൂടി ചേച്ചി ചോദിക്കണം. അത് ചോദിക്കേണ്ടത് സംഘപരിവാറിനോടാണ്, ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളോടാണ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആ ഫോട്ടോത്തിൽ ഒരു അശ്ലീലവും കാണിച്ചില്ല. അശ്ലീലം കാണിച്ചത് ഏറ്റവും സംഘികളാണ്. ആ അശ്ലീലം സവർക്കർ എന്ന ആളുടെ ഫോട്ടോ നമ്മുടെ ധീര ദേശാഭിമാനികളായ ധീര സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോത്തിന്റെ പരം വച്ചു എന്നതിൽ പരം അശ്ലീലം, സംഘികൾ ആ കാണിച്ചതിൽ പരം അശ്ലീലം ഈ രാജ്യത്ത് വേറെ ആരും കാണിച്ചിട്ടില്ല. സംഘിണി ചേച്ചിയെ വേറെ ആരും കാണിച്ചിട്ടില്ല. പിന്നെ ഈ ഷൂ നക്കിയ ഫോട്ടോ ആഗസ്റ്റ് 15 തന്നെ ഇടണം. അതെന്തിനാണെന്നറിയോ? ഈ ആഗസ്റ്റ് 15 നിങ്ങൾ സവർക്കർ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് മുന്നോട്ട് വെക്കുന്നത്. അപ്പോ ഇന്നത്തെ കുട്ടികൾ പഠിക്കണം. ഈ സവർക്കർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ല. ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുത്ത ഒരു ചങ്ങായിന്റെ ഫോട്ടോ എന്തിനു വെച്ച് എന്ന് കുട്ടികൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. ശീതള ചേച്ചി നിങ്ങളോട് തന്നെ ചോദിക്കണം. ആ കുട്ടികൾ മനസ്സിലാക്കണം. ഈ ചങ്ങായിക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ല. ഈ ധീര സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കൂടെ ഈ ഷൂ നക്കിന്റെ ഫോട്ടോ വെച്ചത് അത് ഈ ധീര ദേശാഭിമാനികളായ ധീര സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഈ കുട്ടികൾ പഠിക്കണം. അത് പഠിക്കുക തന്നെ ചെയ്യും. കാരണം രാഷ്ട്രീയ, സാമൂഹ്യ, ചരിത്ര ബോധമില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ ഒരു ശാപമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദൗർഭാഗ്യമാണ്. ഈ ഉത്തരം വളഞ്ഞാൽ 64 വളഞ്ഞെന്ന് പറയില്ലേ? അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വകുപ്പിലെ ഞങ്ങളുടെ മന്ത്രി അപ്പൂപ്പൻ ഇതാണ് പറയുന്നത്, ഇതാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വഴിയെ നടക്കാനും കുട്ടികൾ ഉണ്ടായാൽ അതിനുള്ള ഉത്തരവാദിത്തം ആര് പറയും? നമ്മുടെ ദേശീയതയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആഗസ്റ്റ് 15 എന്താണെന്ന് അറിയാമോ എന്നറിയില്ല. എല്ലാവരും പതാക ഉയർത്തുന്നു, അതുകൊണ്ട് ഞാനും പതാക ഉയർത്തുന്നു എന്നതായിരിക്കും. അറിയില്ലായിരിക്കും. അത് അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്.
ഓരോ ദിവസം ചെല്ലുന്തോറും മുകളിലേക്കല്ലേ വരേണ്ടത്. കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും കിട്ടുമ്പോൾ എന്റെ വകുപ്പ് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖല ഇതാണ്, പരിഹസിക്കുകയും വിമർശിക്കുകയും വിരോധം കാട്ടുകയും ഒക്കെ ചെയ്യാനുള്ള സമയം ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു നിലവാരം പോലും നിങ്ങളിൽ എത്തിയില്ലെങ്കിൽ കഷ്ടം തന്നെയാണ് മന്ത്രി നിങ്ങളുടെ കാര്യം. നമ്മൾ വി ശിവൻകുട്ടിനെ പല കാര്യത്തിലും വിമർശിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം നേരിടേണ്ടി വന്നത് നിയമസഭയിൽ പണ്ട് അദ്ദേഹം കാണിച്ചു വിട്ട ചില കോപ്രായങ്ങളുടെ പേരിലാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്ന എല്ലാ കാര്യത്തിലും ശിവൻകുട്ടിക്ക് കേരളത്തിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. സംഘികൾ ഒഴികെയുള്ള രാജ്യസ്നേഹികളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതിൽ ആദ്യം തന്നെ അദ്ദേഹം ഗവർണർ വിളിച്ചൊരു പരിപാടിയിൽ പോയിട്ട് അവിടെ ഭാരതാംബയുടെ കയ്യിൽ നിങ്ങൾ ദേശീയ പതാകക്ക് പകരം നിങ്ങളുടെ കാവിക്കൊടി വെച്ച അന്നത്തെ ദിവസം അദ്ദേഹം അവിടെ പ്രസംഗിച്ച് അദ്ദേഹം അവിടെ നിന്ന് ധൈര്യത്തോടെ തന്റെ ഇടത്തോടു കൂടി ഇറങ്ങി വന്നില്ലേ. ഈ ഭാരതാംബ ഇന്ത്യയുടെ ഭാരതാംബയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം ഇറങ്ങി വന്ന ആ സമയം തൊട്ടിട്ട് സംഘികൾ ഒഴികെയുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ പിന്നിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്. അദ്ദേഹം അന്നും പറഞ്ഞു, കുട്ടികളെ ഞാൻ ഇത് പഠിപ്പിക്കും, ഇങ്ങനൊരു ഭാരതാംബ ഇന്ത്യക്കില്ല എന്ന്. അന്ന് പൊട്ടിയ കുരുവാണ് സംഘികൾക്കും സംഘികളുടെ എല്ലാമായ ശ്യാമള സീതള ചേച്ചിക്കും. അങ്ങനെ സവർക്കറെ കളിയാക്കുന്നത് ചേച്ചിക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ സവർക്കർ ചെയ്ത സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എന്തെങ്കിലും ഒരു പങ്ക് ചേച്ചിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റൂല. കാരണം അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. മരിച്ചു മണ്ണടിഞ്ഞ ആ സവർക്കർ ഇപ്പൊ ആ കുഴിമാടത്തിൽ ഇരുന്ന് പറയുന്നുണ്ടാവും, എന്റെ സംഘികളെ എന്നെ ഒന്ന് വെറുതെ വിട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ തള്ളി പോകുമ്പോൾ ധീരദേശാഭിമാനികളായ ആത്മാഭിമാനമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും ഇന്ത്യയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ദേശസ്നേഹികളും എന്നെ പള്ളു വിളിക്കുകയാണ്. നിങ്ങളുടെ തള്ളിന് അവരെന്നെ പള്ളു വിളിക്കുകയാണെന്ന് അവിടെ ഇരുന്ന ആ സവർക്കർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്റെ ചേച്ചിയെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പിന്നെ ചേച്ചി ഇപ്പൊ വിമർശിച്ച കാര്യം പറയേണ്ടത് വി ശിവൻകുട്ടിയോടല്ല, അത് വേറൊരാളോടാണ്. അത് വേറെ ആള് അറിയുമോ? സുരേഷ് ഗോപി. അദ്ദേഹം മറന്നുപോയി അദ്ദേഹം ആരാണെന്ന്, അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് അദ്ദേഹത്തിന് കൊരങ്ങന്മാരായിട്ടും വാനരന്മാരായിട്ട് കാണുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു കന്യാസ്ത്രീക്ക് ദുരവസ്ഥ. അങ്ങ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ഒളിച്ചോടിയത്. ചേച്ചി പറഞ്ഞതുപോലെ ഇതുവരെ ആയിട്ട് ഒരു പക്വതയും ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ നീ ആര്, നീ എന്തിനാണ് വന്നു എന്ന് പറഞ്ഞിട്ടും ചില സമയങ്ങളിൽ ഒന്നും മിണ്ടാതെ പോയിട്ടും ഗോഷ്ഠികൾ കാണിച്ചിട്ടും ഇങ്ങനെ പരിഹസിക്കുന്നത്, സ്വയം പരിഹാസനാകുന്നത്. അതുകൊണ്ട് ചേച്ചി സുരേഷ് ഗോപിജിയോട് പറയണം, ഇത്രയായില്ലേ, ഇനിയെങ്കിലും കുറച്ച് വിവരമുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെയെന്ന് ചേച്ചിയുടെ സുരേഷ് ഗോപിജിയോട് ഒന്ന് പറയണം. ബഹുമാനത്തോടു കൂടി ചേച്ചി അറിയിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, അവരെത്ര ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ എത്രയോ ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നന്ദിയോടെയും സ്മരിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ആഗസ്റ്റ് 15. അതിനുള്ള ദിവസമാണ് ആഗസ്റ്റ് 15. ആ ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസം മിനിസ്റ്റർ കാണിച്ചിരിക്കുന്നത്. ഏതായാലും ആഗസ്റ്റ് 15 പോലും, സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് പോലും ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകാത്ത ഒരു അന്തരംഗവും ചുമന്ന് നടക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ചുമക്കേണ്ടി വന്നതിലുള്ള ഖേദം സ്പഷ്ടവും വ്യക്തവുമായി അറിയിച്ചുകൊള്ളുന്നു. ചേച്ചി ഇപ്പൊ പറഞ്ഞില്ല, നമ്മളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന്, എത്രമാത്രം ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. സത്യം, ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരെ ഈ ബ്രിട്ടീഷുകാർ കൊന്നിട്ടുണ്ട്, ഒരുപാട് പേർ അന്നേറ്റ ആ മുറിവിന്റെ ഫലമായി പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അവസാനം നരകിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ചിന്തിക്കും, ഇയാളെന്തിനു വന്നത്, ഇയാൾ എവിടെ എന്തിനു വന്നിരിക്കുന്നതെന്ന്. ആര്? ചേച്ചിയുടെ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഒരു പണിയും എടുക്കാതെ മിനിറ്റിന് ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കിയും മിനിറ്റിന് മാപ്പ് പറഞ്ഞും സുഖസുന്ദരമായി ജീവിച്ച ഈ ചങ്ങായിന്റെ ഫോട്ടോ ഈ ധീര രക്തസാക്ഷികളായവരുടെ കൂടെ, ഈ ധീര സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഫോട്ടോത്തിന്റെ കൂടെയല്ല മുകളിൽ വെച്ചതിന് ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ വേദനിക്കുന്നുണ്ടാവും, അവർ സങ്കടപ്പെടുന്നുണ്ടാവും. ഈ കെട്ടകാലത്തെ ഓർത്ത്, ഈ കെട്ടകാലത്തെ ഭരണത്തെ ഓർത്ത്, ഈ കെട്ടകാല സവർക്കറെ ഓർത്ത്, ആ സവർക്കറുടെ ഷൂ നക്കുന്ന പാരമ്പര്യത്തെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന സംഘികളെ ഓർത്ത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ ചേച്ചി, ആഗസ്റ്റ് 15 അന്ന് തന്നെ ഷൂ നക്കിയ ഫോട്ടോ വെച്ച് ഈ ഷൂ നക്കിക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഓരോരോ ഇന്ത്യക്കാരന്റെയും ആത്മാഭിമാനമുള്ള
ഓരോരോ ഇന്ത്യക്കാരന്റെയും വാക്കുകൾ തന്നെയാണ് എന്റെ ശീതള ശ്യാമള ചേച്ചി, വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ വി ശിവൻകുട്ടിയുടെ കൂടെ തന്നെയാണ് കേരളത്തിലെ സംഘികളല്ലാത്ത എല്ലാവരും, അതായത് രാജ്യസ്നേഹികളെല്ലാവരും. ഈ സവർക്കറെ ഷൂനക്കിയാണുള്ള സത്യം വിളിച്ചു പറയുമ്പോൾ ചേച്ചിക്ക് വേദനിക്കുന്നെങ്കിൽ ചേച്ചിയും സംഘിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ഇത്രമാത്രം വേദനിക്കുന്നത്. പിന്നെ ആഗസ്റ്റ് 15 ചരിത്രത്തെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചത് വി ശിവൻകുട്ടിയല്ല ചേച്ചിയെ, അത് ചേച്ചിയുടെ എല്ലാമായ മൂത്തജിയാണ്. നമ്മളെ ട്രംപിനെയൊക്കെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ആളില്ലേ, അദ്ദേഹമാണ് ചരിത്രത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത്, RSSനെ പുകഴ്ത്തിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് RSS ചെയ്തത്? എന്ത് പങ്കാണ് ചെയ്തത് ചേച്ചി ഒന്ന് പറഞ്ഞ? അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും ചെയ്യാത്ത RSSനെ പുകഴ്ത്തിക്കൊണ്ട് മൂത്തജിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ വേദനിപ്പിച്ചത് എന്റെ ശീതള ശ്യാമള ചേച്ചിയെ. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ വി ശിവൻകുട്ടിയല്ല ചരിത്രത്തെ അവഹേളിച്ചത്, സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഹേളിച്ചത് ചേച്ചിയുടെ മൂത്തജിയാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ സവർക്കറുടെ ചിത്രം ഒരു ഷൂനക്കിയുടേത് മാത്രമാണെന്ന് വിവരമുള്ളവർ വിളിച്ചു പറയുമ്പോൾ ചേച്ചിക്ക് ഇത്രമാത്രം കുരുപൊട്ടുന്നത്. അതുകൊണ്ട് ആഗസ്റ്റ് 15 മാത്രമല്ല, എല്ലാ ദിവസവും വിളിച്ചു പറയും ഈ RSSനും ഈ സവർക്കർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ല, അവർക്ക് മാപ്പ് പറഞ്ഞ ഷൂനക്കിയ ചരിത്രമേ ഉള്ളൂവെന്ന് ആഗസ്റ്റ് 15 എല്ലാത്ത ദിവസങ്ങളിലും വിളിച്ചു പറയും, വിളിച്ചു പറയുക തന്നെ ചെയ്യും. അത് ഇന്ത്യയുടെ ഓരോ രാജ്യസ്നേഹിയുടെയും കടമയാണ്. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം കടമയല്ല, അത് ഇന്ത്യയിലെ എല്ലാവരുടെയും കടമയാണ്. അതിങ്ങനെ വിളിച്ചു പറയും സവർക്കർ ഒരു ഷൂനക്കിയാണ്, ഷൂനക്കി തന്നെയാണെന്ന്. ചേച്ചിക്ക് എത്ര കുരുപൊട്ടിക്കഴിഞ്ഞാലും നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.